എത്ര തെറി കാണിച്ചിട്ട് നിങ്ങൾ ആ ശോശാമേലക്ക് തോറ്റു വരുന്നു. എടാ എൻ്റെ തരികിടേക്കാളും ശോശാമ്മേലെ തരികിടയ്ക്കായിരുന്നു അന്ന് മാർക്കറ്റ് കൂടുതൽ. അതുകൊണ്ട് ശോശാമ്മ ജയിച്ചു, ഞാൻ തോറ്റു. ഈ ശോശാമ താഴെ ഇറങ്ങാൻ വല്ല പദ്ധതി ഉണ്ടോ? എടാ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. ഈ ശോശാമ്മയുടെ ഭർത്താവിൻ്റെ അടുത്ത് അവളെ പറ്റി കുറച്ച് മോശം കാര്യം പറഞ്ഞു കൊടുത്താലുണ്ട്. ഇതിനെ കേട്ട് നിങ്ങൾക്ക് പോയാൽ ആത്മഹത്യ ചെയ്തു. രാഷ്ട്രീയത്തിലെ എതിരാളിയെ രാഷ്ട്രീയം കൊണ്ട് തന്നെ തോപ്പിക്കണം. എടാ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ കുറച്ച് തുണയും കുണ്ടണിയൊക്കെ ആവാം. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. മനസ്സിലായ? പഞ്ചായത്തുകൾ ശോശാമ ടീം സൗജന്യ കണ്ണുപരിശോധന നടത്തുന്നു. അതെങ്ങനെ കിടക്കും? കണ്ണ് നമുക്കുള്ളതല്ലേ? കണ്ണ് നമുക്ക് മാത്രമല്ല അവർക്കും ഉണ്ട്. മണ്ടത്തരം വിളമ്പാറ്. എടാ അതല്ലടാ, കണ്ണ് പരിശോധന നമ്മൾ പാർട്ടി നടത്താതിരിക്കല്ലേ? അവര് ഒരു മുഴം മുന്നേ ഇറങ്ങി. അതാണ് രാഷ്ട്രീയം. ജനം തള്ളിക്കയറുമെന്നാണ് കേട്ടത്. ശരിയായിരിക്കും. കാരണം ഈ നാട്ടിൽ കൂടുതൽ കണ്ണുകുട്ടന്മാരാണല്ലോ. അതുകൊണ്ടാണല്ലോ ശോശാമ്മ ജയിച്ചത്, ഞാൻ തോറ്റത്. എന്തായാലും ഈ പരിപാടി നടക്കാൻ പാടില്ല. നടന്നാൽ നമ്മുടെ പാർട്ടിക്കാണ് ക്ഷീണം. നമുക്കതുവരെ ഒന്ന് പോയാലോ? പോവാ. ഈ പറയുന്ന ലിസ്റ്റിലുള്ള ആൾക്കാരെല്ലാം വരുമോ? ഇതിലെ അന്നമുടക്കി പറമ്പിൽ അമ്പുജാഷ് ഒഴിച്ച് എല്ലാവരും വരും. അയാൾക്ക് എന്ത് പറ്റി? അയാൾക്ക് സ്വല്പം കാഴ്ച കൂടുതലെന്നാണ് പറയണത്. അയാള് ആ അമ്പിയുടെ ആളാ. അയാള് പോട്ടെ. ശോശാമ്മേ, ഒരുമാതിരി നെറുകെട്ട പരിപാടി കാണിക്കരുത് കേട്ടാ. ഈ കാഴ്ച പരിപാടി നമ്മളെ പാർട്ടി നടത്തായിരുന്നില്ലേ? കാഴ്ച നോക്കുന്നത് ഡോക്ടർമാരാണ്, അല്ലാതെ നിന്റെ പാർട്ടിയല്ല. പൊട്ടത്തിനെ പറയാതാ പൊട്ട. പഞ്ചായത്തിലെ പാർട്ടി സെക്രട്ടറി എന്നെ പൊട്ടാന്ന് വിളിക്കണ. എന്നാ സത്യം പറഞ്ഞാൽ അംഗീകരിക്കാൻ പഠിക്കണം. ഈ പരിപാടി നമ്മളെ പാർട്ടിയുടെയാണ്, നമ്മൾ നടത്തി. അത് നീ മനസ്സിൽ വെച്ചാൽ മതി. അതിന് മാന്തിയപ്പോ പറ്റിയ അനുഭവം നിനക്ക് അറിയാമല്ലോ. ചെയ്യാത്ത തെറ്റിന് എന്നെ ശിക്ഷിച്ച നിന്നെ എന്റെ പാർട്ടി ശിക്ഷിക്കും. എല്ലാരും നിർത്ത്. ഇത് പാർട്ടി പരിപാടിയല്ല, പഞ്ചായത്തിലെ പരിപാടിയായത്. പഞ്ചായത്തിലെ കോപ്പിലെ പരിപാടിയാണെന്ന് പറഞ്ഞാൽ മതി. ഈ പരിപാടി ഞങ്ങൾ മുടക്കും. എന്നിട്ട് ഞങ്ങൾ ഈ പരിപാടി നടത്തും. ഞങ്ങളുടെ പരിപാടി ഞങ്ങൾക്ക് വിട്ടുതരുക. ഞങ്ങളുടെ പാർട്ടി സിന്ദാബാ. ശ്വാസമേ ചെവി എത്തോണ്ട് കാര്യമില്ല. കേൾക്കേണ്ടത് കേൾപ്പിച്ചേ നമ്മൾ വിടൂ. ഞങ്ങൾക്ക് കേൾക്കാനൊന്നുമില്ല, പറയാനേ ഉള്ളൂ. അമ്പി, ഇവന്റെ പാർട്ടിക്കാർക്ക് ചെവി കേൾക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിട്ട് പോയത്. ശ്വാസമേ, മര്യാദ ഭാഷയിൽ ഞാൻ പറയാണ്, ഈ പരിപാടി നീ ഇവിടെ വെച്ച് നിർത്തിക്കോ. നിന്റെ ഭീഷണി നിന്റെ പാർട്ടിക്കാരോട് മതി. ശോശാമ്മ എന്നാണ് എന്റെ പേരെങ്കിൽ ഞാൻ ഈ പരിപാടി നടത്തിയിരിക്കും. വാസുരെ, നമുക്ക് പോവാം. അമ്പി, ഇത് ഒരു നടയ്ക്ക് പോകുന്ന കോളൊന്നും കാണുന്നില്ല. മനസ്സിലായ കണ്ണാ, ടൂളോടെ ഇരിക്കണ്ട. തേപ്പേറിൻ്റെയും ചട്ടിയാണെങ്കിൽ പാർട്ടി ഓഫീസിന്റെ ചായ്പിരിപ്പുണ്ട്. നിങ്ങൾ അവരെ ഭീഷണി മേടിച്ച് വീണ്ടും മേശരി പണിക്ക് ഇറങ്ങാമോ? അമ്പി, എനിക്ക് കരി വരുന്നു. പഞ്ചായത്ത് കാലിന് തീ ഇട്ടാലെന്ത്? അണ്ണാ, ഒരച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കില്ല. അവന് വേണ്ട ക്ഷമയും സഹനമാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ഹലോ, ആണോ? എടാ, അവൻ്റെ വീലിൻ്റെ കാറ്റ് അയച്ചു വിടും. അവൻ്റെ ടയറിനെ ഊരിയിടറ. അത് കൊള്ളൂലുണ്ട്. ആരെണ്ണ? എടാ, ഒരുത്തൻ്റെ അനിയൻ്റെ വണ്ടിയും കൊണ്ട് തട്ടിയിട്ട് ന്യായം പറയണമെന്ന്. അവൻ വിടാൻ കൊള്ളാമോ? അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകന് യോജിച്ചതാണോ ഇതൊക്കെ? അത് ഉപദേശം, ഇത് പ്രവൃത്തി. രാഷ്ട്രീയത്തിൽ രണ്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടി. അതൊക്കെ പോട്ട്. ഇപ്പൊ ഈ പ്രശ്നത്തിൽ നിന്ന് പാർട്ടിയുടെ മുഖം എങ്ങനെ രക്ഷിക്കും? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴി ഉണ്ട്. നിക്കടെ അവിടെ. നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തൊരു ശോശാമേ? നീ ഞങ്ങളുടെ ഫ്ലെക്സും ബോർഡും കീറി കളഞ്ഞല്ലേ? നാളെ ശോശാമേ, ഞാൻ ആ പരിസരത്ത് പോലും വന്നില്ല. ആര് പറഞ്ഞു? നീ കീറുന്നത് കണ്ടവരുണ്ടല്ലോ. പലചരക്കനയും ചായക്കട സനലും കണ്ടല്ലോ. ശരിയാണ്, നാട്ടിൽ മൊത്തം പാട്ടാണ്. കേള്, നിന്റെ പാർട്ടിക്കാരൻ തന്നെ പറഞ്ഞപ്പോ ഇത് കള്ളത്തരമാണെന്ന് തോന്നുന്നുണ്ട്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയാണ് നീ പറ്റിച്ചത്. ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന്. ഞാൻ ഇതെങ്ങനെ നിങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും? നിങ്ങൾ ഫ്ലെക്സ് കയറിയ വിവരം എല്ലാവരും അറിഞ്ഞു. നാട്ടുകാർ മൊത്തം ഇളകി. വിട്ടോ? ആ അമ്പിയുടെ പ്രശ്നം ഒഴിച്ച ബാക്കി എല്ലാം ശുഭമായിരുന്നു. പാർട്ടിക്കാരല്ലേ നമ്മ കൂടുതൽ ഉണ്ടായിരുന്നത്. ഇത് പഞ്ചായത്തിലെ പരിപാടിയല്ലേ, നമുക്ക് പാർട്ടിയുടെ മൈലേജ് കൂടിയല്ലോ. അത് നോക്ക് സുരയാണ്. ജനദ്രോഹിയായ മുൻ മെമ്പർക്ക് ജനങ്ങൾ കൊടുത്ത സമ്മാനം കൊള്ളാം. വേഷം കിട്ടിയല്ലേ, കളിച്ച് കളിച്ച് പുരപ്പുറത്ത് കയറിയ ഇങ്ങനെ ഇരിക്കും. വിവരമില്ലാത്തവരുടെ ചെയ്തികൾക്ക് നമ്മൾ പിന്നെ കൊടുത്തോളാം. തല്ലിയത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നെ തല്ലിയവരെ കൂട്ടത്തില് നമ്മളെ പാർട്ടിക്കാരനോ സംശയം. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട, വല്ല തിരുമൽ കേന്ദ്രത്തിലും പോയി കിടക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, എന്നെ കള്ളക്കേസ് കുടിക്കുക എന്റെ പാർട്ടി നിങ്ങൾ ശിക്ഷിക്കുമെന്ന്. എന്നാ ഇങ്ങനെയുള്ള മറുപടി കുടിക്കാനുള്ള എനിക്ക് വയ്യ, സംസാരിക്കാൻ വയ്യ. അയ്യോ, ഏയ്, നീ എന്ത് വിചാരിച്ചേ? നീ ഞങ്ങളെ പറ്റിച്ച് ക്യാഷ് ഉണ്ടാക്കി മിടുക്കനാവും വിചാരിച്ച? ശ്വാസാമ്മ എല്ലാം പറഞ്ഞ് അവള് നമ്മളെ അടുത്തൊന്ന് മാപ്പ് പറഞ്ഞിട്ടില്ലേ പോയത്? എടാ അമ്പി, നിന്നെ നിന്റെ പാർട്ടിയെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചതാണ് ഞാൻ.
ആ ഫ്ലക്സ് കീറിയതേ ഞങ്ങളാടാ. നേനെക്കൊണ്ടൊരു പണി ഞങ്ങൾ വെച്ചിരുന്നു. നെറുകെട്ട രാഷ്ട്രീയം കളിക്കുന്ന ഓരോ രാഷ്ട്രീയക്കാരനെയും ജനം തെരുവിൽ ഇതുപോലെ നേരിടും. ഇതൊരു പാഠമായിരിക്കട്ടെ. മതോണ്ണ പോണ. അമ്പി ആ ശോശാമ്മേ, എന്ത് ചെയ്യാനാടാ, അവര് നമ്മുടെ കള്ളത്തരം എല്ലാം കണ്ടുപിടിച്ച. എനിക്ക് അവരോടൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ. ഞാൻ നിന്നെ കുറ്റം പറയില്ല ശോശാമ്മേ. ഇങ്ങനെ എനിക്ക് കിട്ടണം ചില കാര്യങ്ങളെ. കിട്ടേണ്ടത് കിട്ടേണ്ട രീതിയിൽ കിട്ടേണ്ട പോലെ കിട്ടിയാൽ നമ്മളൊക്കെ നന്നാവും. എന്ത് ചെയ്യാം?